പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ തുറന്നുകാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇന്ത്യ. ശശി തരൂരാണ് ആദ്യ സംഘത്തെ നയിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ, ജോൺ ബ്രിട്ടാസ്, വി മുരളീധരൻ എന്നിവരും സംഘത്തിലുണ്ടാവും. വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാനുള്ള കേന്ദ്ര തീരുമാനത്തെ CPIM പോളിറ്റ് ബ്യൂറോ സ്വാഗതം ചെയ്തു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനായാണ് നയതന്ത്ര നീക്കം. വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് 8 പേരടങ്ങുന്ന 7 സംഘങ്ങളെയാണ് അയക്കുന്നത്. വിദേശകാര്യ പാർലമെന്ററി പാനലിന്റെ തലവൻ കൂടിയായ ശശി തരൂർ ആദ്യ സംഘത്തെ നയിക്കും. UK, US ദൗത്യ സംഘത്തെയാവും തരൂർ നയിക്കുക. ഗൾഫിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമുള്ള സംഘത്തിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ ഉണ്ടാകുമെന്നാണ് വിവരം. BJPയിൽ നിന്ന് രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡെ എന്നിവരും DMKയിൽ നിന്ന് കനിമൊഴിയും ഓരോ സംഘങ്ങളെ നയിക്കും. JDU നേതാവ് സഞ്ജയ് കുമാർ ഝാ, NCP നേതാവ് സുപ്രിയ സുലെ, ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ എന്നിവരും ഓരോ സംഘത്തെ നയിക്കുന്നുണ്ട്. MPമാർക്ക് പുറമെ രാഷ്ട്രീയ പ്രമുഖർ, നയതന്ത്ര മേഖലയിൽ പ്രാവീണ്യമുള്ളവർ എന്നിവരും സംഘത്തിലുണ്ടാകും. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അംഗങ്ങളെയും സംഘം കാണും. മെയ് 22 മുതലാണ് പര്യടനം. രാജ്യ താൽപര്യത്തിനു വേണ്ടിയുള്ള ദൗത്യത്തിന്റെ ഭാഗമാകുന്നതിൽ സന്തോഷമെന്നാണ് CPIM പോളിറ്റ് ബ്യൂറോയുടെ പ്രതികരണം. എന്നാൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാത്തതിനെ പാർട്ടി വിമർശിച്ചു. ഭീകര സംഘടനകളും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിനുള്ള ശക്തമായ തെളിവുകൾ സഹിതമാണ് ലോകരാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങൾ എത്താൻ പോകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള ശക്തമായ നടപടിയാണ് ഇന്ത്യയുടേത്. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.